യഥാർത്ഥത്തിൽ 2 മണിക്കൂറുകൾ പ്രയാസമാണ്. ഞാൻ 1.5 മക്കളായി എക്സ്പ്രസ് കയറി പോയാലും നാളെ ശരീരമേ കൊല്ലത്തുള്ളൂ. എന്റെ ഇവിടെ തന്നെയാണ്. വിട പറയാൻ പ്രയാസമാണ്, വിട പറയാൻ പ്രയാസമാണ്. പക്ഷേ എങ്ങനെയാ വിട പറയാതിരിക്കുക? സഹോദരങ്ങളെ സഹോദരങ്ങളെ എങ്ങനെയാ വിട പറയാതിരിക്കുക? 3 വയസ്സുകാരെ പൊന്നുമ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ രാവിലെ വാപ്പിയോട് മികയില്ല. എല്ലാവർക്കും മനസ്സിലൊരു ദൗർബല്യമുണ്ട്. ഏറ്റവും വലിയ ദൗർബല്യം നമ്മുടെ പൊന്നുമക്കളാണ്. സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, പ്രതിഫലം വേണ്ട. ഈ നല്ല സദസ്സിന്റെ പ്രതിഫലം വേണ്ട. അതറിയണമെങ്കിൽ 14 നൂറ്റാണ്ട് പുറകിലേക്ക് പോവുക. എന്റെ നായകൻ ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിനെ ഹിറാഗുഹയിൽ വെച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കെട്ടിപ്പിടിക്കുകോ. ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. ഞാൻ പറയുന്നത് പച്ചയായ ജീവിതത്തെക്കുറിച്ചാണ്, ആട്ടത്തെക്കുറിച്ചല്ല, നൂറ്റോടുകളെക്കുറിച്ചല്ല. സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് മനുഷ്യന്റെ പച്ചയായ ജീവിതത്തെക്കുറിച്ചാണ്. അല്ലാഹുവിന്റെ റസൂൽ ഹിറാഗുഹയിൽ ജിബ്രീലിനെ കെട്ടിപ്പിടിക്കുകയോ. അല്ലാഹുവിന്റെ റസൂൽ പേടിച്ച് പറച്ച് തേമതോട് വികൊലയോട് വിപന്തിയോട് അല്ലാഹുവിന്റെ റസൂൽ ഓടിയത് എവിടേക്കറിയോ? സസമിനുനി യാ ഖദീജ, സസമിനുനി യാ ഖദീജ. എന്റെ ഖദീജ എനിക്ക് പേടിയാകുന്നു, എന്നെ പുതപ്പിട്ടുകൊണ്ട് ഖദീജ. എന്റെ തേമതോട് വികൊലയോട് വിപന്തിയോട് പരിപാടിയോട് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഓടി വരുമോ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ 2 കൈകൾ കൊണ്ട് പിടിച്ച് പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിയിലോട് ശിരസ് വെച്ച് ഖദീജ ബീവി റളിയല്ലാഹു തആല പറഞ്ഞ വാക്കുകൾ, അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ സുസ്ഥിരമാണ്. ബഹുമാനപ്പെട്ട ഖദീജ ബീവിയുടെ വാക്കുകൾ എടുത്തിട്ട് പറയട്ടെ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പേടിച്ച് വിറച്ച് മടി കിടക്കുകയോ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതാ, വല്ലാഹി ലാ യുസീക അല്ലാഹു അബദാ. വല്ലാഹി പടച്ച പുരാതനമായ സത്യം. ഈ മകൾ 2012 വേണ്ടി സ്വന്തം പെങ്ങളെ സ്വന്തം കൂടപ്പിറപ്പിനെ കെട്ടിച്ചു വിടുന്നതിനേക്കാളേറെ താല്പര്യത്തോടെ ഓടി നടന്ന സംഘാടകരെ, ഇതിനു വേണ്ടി സഹായിച്ചവരെ, മനസാകാമവരെ, അഹ്മദ് നബി പറയുന്നത് ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതിന്റെ വാക്കുകളല്ല. ഖദീജ ബീവി പറയുകയാണ് പ്രിയപ്പെട്ട ഭർത്താവിനോട്, വല്ലാഹി ലാ യുസീക അല്ലാഹു അബദാ. പടച്ച പുരാതനമായ സത്യം. അല്ലാഹുവേ ദുഃഖിപ്പിക്കില്ല നബിയേ, അല്ലാഹുവേ പരീക്ഷിക്കില്ല നബിയേ, അങ്ങേക്കാൾ സങ്കടകരമായ റസൂലുള്ളാഹ്. എന്താ അങ്ങേ ദുഃഖിപ്പിക്കാത്തതെന്നറിയോ? മഹദിന്റെ പ്രവർത്തകരെ കേട്ടുകൊള്ളുക, സഹായിച്ചവരെ കേട്ടുകൊള്ളുക, കേൾക്കുന്നവരെ കേട്ടുകൊള്ളുക. അങ്ങേ അല്ലാഹു ദുഃഖിപ്പിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? ഇന്നക ലസലുറഹ്മ, അങ്ങ് കുടുംബം ചേർക്കുന്നവനല്ലയോ? വതസ്തുക ഹദീസ, അങ്ങ് സത്യം പറയുന്നവനല്ലയോ? മറ്റൊരുത്തന്റെ ഭാരം ഏറ്റെടുക്കുന്നവനല്ലയോ? മറ്റൊരുത്തന്റെ ഭാരം ഏറ്റെടുക്കുന്നവനല്ലയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 7 പെൺകുട്ടികളുടെ വാപ്പയുടെ ചുമലിന്റെ ഭാരം, അവരുടെ ഉമ്മയുടെ ചുമലിന്റെ ഭാരം, ഭാരം ഏറ്റെടുത്തവരേ നിങ്ങൾ, ആ ഭാരം ഏറ്റെടുത്തവരേ നിങ്ങൾ. വല്ലാഹി പടച്ച പുരാതനമായ സത്യം. ലാ യുസീക അല്ലാഹു അബദാ.
അല്ലാഹു നിങ്ങളുടെ ജീവിതത്തെ ദുഃഖിപ്പിക്കുകയില്ല. ഇതിന്റെ പ്രതിഫലം സ്വർഗ്ഗത്തിലല്ല, സ്വർഗ്ഗത്തിന്റെ പ്രതിഫലം രണ്ട് പ്രതിഫലമാണ്. ഇൻഷാ അല്ലാഹ് ദുനിയാവിൽ അല്ലാഹു നൽകുന്ന മൂന്ന് പ്രതിഫലം, സ്വർഗ്ഗത്തിൽ നൽകുന്ന രണ്ട് പ്രതിഫലം. ഇത് അഞ്ചും പറഞ്ഞിട്ട് ആദ്യത്തെ പേരിന് സലാം പറയൂ. സഹോദരങ്ങളെ സഹോദരങ്ങളെ, മറ്റൊരുത്തെ ഏറ്റവും വലിയ ചുമതലഭാരം ഏറ്റെടുക്കുന്നവന് അല്ലാഹു പടച്ച തമ്പുരാനെയാണ് സത്യം. ലാ യുസീഖല്ലാഹു അബദാ, ഒരിക്കലും അല്ലാഹു ദുഃഖിപ്പിക്കുകയില്ല. എന്റെ പൊന്നു സഹോദരങ്ങളെ, പടച്ച തമ്പുരാനെയാണ് സത്യം. അല്ലാഹു നിങ്ങളുടെ ജീവിതത്തെ ദുഃഖിപ്പിക്കില്ല. അങ്ങനെ ദുഃഖിപ്പിച്ചെങ്കിൽ തന്നെ ആ ദുഃഖം മാറ്റിത്തരാൻ, ഏത് പ്രയാസം മാറ്റിത്തരാൻ, ഏത് കണ്ണീര് മാറ്റിത്തരാൻ നിങ്ങളുടെ ഒറ്റ പ്രവർത്തനം മാത്രം മതിയെന്ന് ബഹുമാനപ്പെട്ട ബീബി ഖദീജ റളിയല്ലാഹു അൻഹാ ഫഖീറുൻ ബിമൽജാ ലൈഫു ബിമല്ലാ യതീമുൻ ബിവാലി ഗുലാമുൻ ബിമുനാ. അല്ലാഹുവിന്റെ വാദം ചെയ്ത ജോലി, അഗതികളുടെ സംരക്ഷകനാക്കിയ ജോലി ചെയ്യുന്നവർ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, വല്ലാഹി ലാ യുസീഖല്ലാഹു അബദാ, ഒരിക്കലും അല്ലാഹു ജീവിതത്തിൽ ദുഃഖിപ്പിക്കുകയില്ല. ഒരിക്കലും ജീവിതത്തിൽ അല്ലാഹു ദുഃഖിപ്പിക്കുകയില്ല. എന്തെങ്കിലും ദുഃഖങ്ങളുണ്ടോ ആ ദുഃഖങ്ങൾ മാറാൻ അല്ലാഹുവിന്റെ സൽപ്രവർത്തനത്തിന് കാരണമാകും. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അൻസാറുകൾ ചെയ്ത ഗുണം നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത്തെ പ്രതിഫലം, ദുനിയാവിലെ പ്രതിഫലം, ആഖിറത്തിൽ രണ്ട് പ്രതിഫലം. ദുനിയാവിൽ നിങ്ങളെന്താ വിചാരിച്ചാൽ ഇതിന്റെ പ്രതിഫലം സ്വർഗ്ഗത്തിൽ ഒരു വീടില്ല, ദുനിയാവിൽ തന്നെ പ്രതിഫലം തരും. ദുനിയാവിൽ ഒരു പ്രതിഫലം, ആഖിറത്തിൽ രണ്ട് പ്രതിഫലം. ഇൻഷാ അല്ലാഹ് ഇത് പറഞ്ഞു നമുക്ക് പിരിയാം. ചെറുക്കളയിലെ കൊച്ചിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, ഇൻഷാ അല്ലാഹ് പറയാം. ചെറുക്കളയിലെ കൊച്ചിന്റെ കാര്യം പറഞ്ഞിട്ടില്ല, ഇൻഷാ അല്ലാഹ് പറയാം. അല്ലാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. എല്ലാവരും സദസ്സോട് കയറിയിരിക്കും ഇൻഷാ അല്ലാഹ്. അവസാനം എഴുന്നേറ്റ് നിന്ന് ഒന്നിച്ച് നിന്ന് 10 സലാത്തുലി കേരളത്തിന്റെ മോളമുള്ള സ്റ്റേജുകളിൽ ആയിരക്കണക്കിന് ആളുകളുടെ പ്രയാസം മാറ്റിക്കൊടുത്ത ആ സലാത്തുലി ഇൻഷാ അല്ലാഹ് നമുക്ക് കണ്ണീരോടെ ദുആ ചെയ്തുകൊണ്ട് എനിക്കോട് സലാം പറയാം. നാളെ എനിക്ക് കാണണമെന്നാണ്. നാളെ ഞാൻ ശരീരത്തോടെയാണ് ഇവിടെയായിരിക്കും. ഒന്നാമത്തെ പ്രതിഫലം വല്ലാഹി ലാ യുസീഖല്ലാഹു അബദാ, അല്ലാഹു നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ദുഃഖിപ്പിക്കുകയില്ല. അല്ലാഹു ജീവിതത്തിൽ ഒരിക്കലും ദുഃഖിപ്പിക്കില്ല. അല്ലാഹു അങ്ങനെ ആക്കട്ടെ, അല്ലാഹു അങ്ങനെ ആക്കട്ടെ, അല്ലാഹു അങ്ങനെ ആക്കട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു ദുഃഖിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ പ്രയാസമാണ്. രണ്ടാമത്തെ പ്രതിഫലം എന്താണ്? ആ ദുഃഖത്തിൽ അല്ലാഹു നിങ്ങൾക്ക് ദുഃഖം നൽകില്ല. ഏറ്റവും വലിയ ദുഃഖം ഏതാണ്? ഏറ്റവും വലിയ ദുഃഖം വന്നാൽ നമുക്കുണ്ടാകാൻ രണ്ട് താങ്ങേ ഉള്ളൂ. ആ രണ്ട് താങ്ങ് അല്ലാഹു ഇവിടെ വെച്ച് തരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാം ഖുർആനാണ് പറയുന്നത്. എന്റെ പൊന്നു മഹ്റന്റെ സാധാരണരെ സഹായിച്ചവരെ നിങ്ങൾ കൊടുത്ത ഒന്നും പാഴായി പോകില്ല, നിങ്ങൾ കൊടുത്ത ഒന്നും പാഴായി പോകില്ല. എന്റെ പൊന്നു സഹോദരിമാരെ, ഈ സ്വർണ്ണാലിത്തൊന്നും പാഴായി പോകില്ല. കാരണം ഇത് എല്ലാ ദുഃഖം മാറാനുള്ള കാരണമാണ്. അല്ലാഹു അങ്ങനെ ആക്കട്ടെ, അല്ലാഹു അങ്ങനെ ആക്കട്ടെ, അല്ലാഹു അങ്ങനെ ആക്കട്ടെ. വല്ലാഹി ലാ യുസീഖല്ലാഹു അബദാ, ഒരിക്കലും നിങ്ങൾക്ക് ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരില്ല. ഒരിക്കലും നിങ്ങൾക്ക് ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരില്ല. അല്ലാഹു എല്ലാവിധ ദുഃഖങ്ങളും അല്ലാഹു ഓടിച്ചു മാറ്റട്ടെ, അല്ലാഹു എല്ലാവിധ ദുഃഖങ്ങളും അല്ലാഹു ഓടിച്ചു മാറ്റട്ടെ. എന്താ പറയാത്തത്? ഇവിടെ ദുഃഖമായ എന്താ സഹോദരങ്ങളെ ജീവിതത്തിന് അർത്ഥമാവുള്ളത്? ജീവിതത്തിൽ അർത്ഥമാവുള്ളത് പണം കയ്യിൽ. കാസർഗോഡുകാരെ ചെറുപ്പോട് ഞാൻ പറയുമായിരുന്നു, അല്ലാഹു അനുഗ്രഹിച്ച നാടാണ്. നമുക്കൊക്കെ നുള്ളിയാണ്, കാസർഗോഡുകാരെ അല്ലാഹു വാരിയാണ് കൊടുത്തത്. അത് സമ്പത്തിന്റെ കാര്യത്തിലാണ് ശരി, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എനിക്കൊന്ന് ബറാത്തിരാവിലെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന കാസർഗോഡുകാരാണ്. എന്തൊരു ചാപ്പാട്! ബറാത്തിരാവിലാണ് ഒരു വർഷത്തെ ഭക്ഷണം. അടുത്ത വർഷം ഒരു ബറാത്തിരാവിലെ ആശ്രയിച്ച് അടുത്ത വർഷത്തെ ബറാത്തിരാവിലെ ഭക്ഷണം അല്ലാഹു തീരുമാനിക്കും. ബറാത്തിരാവിലെ നോക്കോളത്തിന്റെ ആശ്രയിക്കുന്നതാണ് എനിക്ക്. കാരണം എന്തൊരു ചാപ്പാടാണ്!
ഈ കൂടുതൽ യാസീൻ ഓതുന്നവർക്ക് അല്ലാഹു എല്ലാവരും കൊടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ എഴുതും. ഈ അമീർ മസ്താനൊക്കെ ഒരു 10 യാസീൻ ഓതുന്നുള്ളൂ. കഴിക്കണ കഴിക്കൊക്കെ ഇത്ര യാസീൻ, ചെറിയ യാസീൻ ഒന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറാത്തുകളും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നിലനിർത്തി തരട്ടെ. അത് മാത്രമേ എൻ്റെ ദുആയുള്ളൂ, വേറൊന്നുമില്ല. ഈ സ്നേഹത്തിന് പകരം എനിക്കുള്ള ഏറ്റവും വലിയ ദുആ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ സഹോദരങ്ങളെ, ഈ ജീവകാരുണ്യത്തിന്റെ പ്രതിഫലം നിങ്ങൾ തിരിച്ചറിയണം. അല്ലാഹു നമ്മുടെ ദുഃഖത്തെ അല്ലാഹു മാറ്റി തരട്ടെ. അല്ലാഹു പ്രയാസം മാറ്റി തരട്ടെ.